എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് നമുക്ക് വളവുകളിൽ എങ്ങനെയാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് നമ്മൾ പതിവ് പോലെ തന്നെ വണ്ടി ഓടിച്ചാണ് അതിനുള്ള ഒരു ഉത്തരം കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, ഇപ്പം വണ്ടി തേർഡ് ഗിയറിലാണ് പോകുന്നത്. ഓക്കെ, നിങ്ങൾ വളവുകളിൽ തിരിയുന്ന സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പം നമ്മളൊരു ടേണിങ്ങിലേക്കാണ് പോകുന്നത്, അതായത് റൈറ്റ് സൈഡിലേക്കാണ് വണ്ടി ടേൺ ചെയ്ത് തിരിയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോൾ ടേൺ ചെയ്താലും കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ കൊടുത്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് മാത്രമേ ടേൺ ചെയ്യാൻ പാടുള്ളൂ. അതേ ഇപ്പം ഞാൻ വണ്ടി റൈറ്റ് ടേൺ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ചെറിയൊരു കയറ്റമാണ്, ഇപ്പം വണ്ടി ലെഫ്റ്റ് സൈഡാണ്. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ ടേൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അതിനുശേഷം ഇൻഡിക്കേറ്റർ ഇട്ട് മാത്രമേ നമ്മൾ വളവുകളിൽ കയറ്റങ്ങളിലുള്ളത് ടേൺ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഇടത്ത് സൈഡിൽ വണ്ടി കിടന്നത് കൊണ്ട് തന്നെ ഓപ്പോസിറ്റ് വന്ന വണ്ടിക്ക് കൃത്യമായിട്ട് അവരുടെ സൈഡ് കീപ്പ് ചെയ്ത് ടേൺ ചെയ്ത് തിരിഞ്ഞു പോകുവാനായിട്ട് സാധിക്കും. ഈ റോഡെന്ന് പറഞ്ഞാൽ തൊട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ടേൺ ചെയ്ത് പോയാൽ ഒരു ഇറക്കമാണ്, റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുമ്പോൾ ഒരു കയറ്റമാണ്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ട് ഇൻഡിക്കേറ്റർ കൊടുക്കുക, അതിനുശേഷം ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഇനി എങ്ങോട്ടാണോ ടേൺ ചെയ്യേണ്ടത് ആ ഒരു വശത്തേക്ക് ഏകദേശം വണ്ടിയുടെ മുൻവശം ഇറങ്ങി വരണം. അതായത് റോഡിന്റെ നടുക്കോട്ട് വരിക എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഏകദേശം നമ്മൾ ടേൺ ചെയ്യാൻ പോകുന്ന റോഡിനോടടുത്ത് നമ്മുടെ വണ്ടിയുടെ മുൻവശം വന്നതിന് ശേഷമാണ് നമ്മൾ ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു, ടേൺ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ സ്റ്റിയറിംഗ് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏകദേശം ഞാൻ സ്റ്റിയറിംഗ് ഒരു 1.5 റൗണ്ട് കറക്കിയപ്പോഴത്തേന് വണ്ടി ടേൺ ചെയ്തു. വീണ്ടും ഞാൻ എന്ത് ചെയ്തു, സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുത്തു. ഓക്കെ, വീണ്ടും നമുക്ക് കാല് കൊടുക്കാം. ഞാൻ ആക്സിലറേറ്റർ കൊടുത്ത് സെക്കൻഡ് ഗിയർ കൊടുക്കുകയാണ്. ഓക്കെ, വീണ്ടും ഞാൻ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. ഇതിപ്പോൾ ചെറിയ വളവും ചെറിയ കയറ്റവും ഒക്കെയാണ്. നമ്മൾ ഓൾറെഡി ഈ റോട്ടിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും നിങ്ങൾക്ക് സ്റ്റിയറിംഗിന്റെ കൺട്രോൾ ഏകദേശം മനസ്സിലാവും, വളവുകളിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഞാനിത് വീണ്ടും സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. വളവ് ചെറിയൊരു വളവാണ്, കയറ്റമാണ്, പോക്കറ്റ് റോഡാണ്. അതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് ഇടത്ത് തന്നെ ചേർന്നാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ റൈറ്റ് ടേൺ ചെയ്യുന്നത് കണ്ടു. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് ടേൺ ചെയ്യാം. ഓക്കെ, വീണ്ടും ഞാനിത് ആക്സിലറേറ്റർ കൊടുക്കുന്നു. വീണ്ടും വണ്ടി മുന്നോട്ട് പോവുകയാണ്. ഇനി ഞാനൊരു ഉദാഹരണത്തിന് ലെഫ്റ്റ് സൈഡിലേക്ക് എങ്ങനെയാണ് വണ്ടി ടേൺ ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ലെഫ്റ്റ് സൈഡിൽ ഒരു റോഡുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് ടേൺ ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങൾ ഇൻഡിക്കേറ്റർ കൃത്യമായിട്ടും ഇടുക. ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ടേൺ ചെയ്യാവുള്ളൂ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു കയറ്റമാണ്, അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഗിയർ കൊടുത്ത് മാത്രമേ ടേൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതേ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇനി നിങ്ങൾ ടേൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റോഡിനോടടുത്ത് ഏകദേശം വണ്ടിയുടെ മുൻവശം വരിക. ഒരു കാരണവശാലും റോഡിന്റെ സെന്ററിലേക്ക് വരാൻ പാടില്ല. റോഡിന്റെ തുടക്കത്ത്, അതായത് ടേൺ ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു ഭാഗത്ത് ഏകദേശം വണ്ടിയുടെ ബോണറ്റ് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ടേൺ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾ സെന്ററിൽ വന്നിട്ട് ടേൺ ചെയ്യാൻ പാടില്ല. സെന്ററിൽ വന്നിട്ട് ടേൺ ചെയ്താലുള്ള ഒരു പ്രശ്നം, നമ്മുടെ വണ്ടി കൃത്യമായിട്ട് റൈറ്റ് സൈഡിലേക്ക് പോകും. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് ടേൺ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. സ്റ്റിയറിംഗ് ഞാനിപ്പോൾ ഒരു റൗണ്ട് കറക്കി, ഏകദേശം ഒരു 1.5 റൗണ്ട് കറങ്ങിയപ്പോൾ തന്നെ വണ്ടി ടേൺ ചെയ്ത് തുടങ്ങി. ഇപ്പൊ കൃത്യമായിട്ട് വണ്ടി ഇടത്ത് സൈഡിലാണ് നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പം നല്ല കുത്തനെയുള്ള ഒരു കയറ്റത്തിലേക്കാണ് വണ്ടി ടേൺ ചെയ്തേക്കുന്നത്. ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുക, വണ്ടി നേരെ കയറി പോകും. ഇപ്പോൾ ഈ കയറ്റം കയറി പോകുന്നില്ല, ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇനി നമ്മൾ മുന്നിലായിട്ട് റൈറ്റ് സൈഡിലേക്കാണ് വണ്ടി ടേൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ സെക്കൻഡ് ഗിയറിലാണ് വരുന്നത്. വണ്ടി കൃത്യമായിട്ട് ഇടത്ത് വരുന്നു. അതിനുശേഷം ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. വീണ്ടും ഞാൻ ഇതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ബാക്കിൽ നിന്ന് മറ്റു വണ്ടികളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം സ്റ്റിയറിംഗ് ഏകദേശം ഒരു 1.5 റൗണ്ട് ഞാൻ ഇപ്പോൾ കറക്കി. ഇപ്പം വണ്ടി ടേൺ ചെയ്തു. അതിനുശേഷം തന്നെ നിങ്ങൾ വീണ്ടും നിവർത്തി കൊടുക്കണം. എത്ര നിങ്ങൾ സ്റ്റിയറിംഗ് ടേൺ ചെയ്തോ അത്രയധികം തന്നെ നിങ്ങൾ വീണ്ടും നിവർത്തി കൊടുത്തെങ്കിൽ മാത്രമേ വണ്ടി നേരെയായിട്ട് വരത്തുള്ളൂ. ഇപ്പോൾ വണ്ടി വീണ്ടും നേരെയായി. നമ്മൾ വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുന്നു, സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. ഇപ്പം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തത് നിങ്ങൾ കണ്ടു. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് എങ്ങനെയാണ് ടേൺ ചെയ്യേണ്ടത് എന്നുള്ളത് വീണ്ടും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യാം. ഇവിടെ ഒരു ചെറിയൊരു വളവുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുമ്പോൾ
നമ്മൾ ടേൺ ചെയ്യാൻ തുടങ്ങുന്ന റോഡിന്റെ സെന്ററിലേക്ക് ഒരു കാരണവശാലും വരാൻ പാടില്ല. ഇടത്ത് ചേർന്ന് തന്നെ ടേൺ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ചെറിയൊരു ഇറക്കമാണ്. ഈ ഇറക്കത്തു നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ ടേൺ ചെയ്യുന്നത്. ഞാൻ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഞാനിതേ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. ഏകദേശം വണ്ടി മെയിൻ റോഡിനോട് അടുത്ത് വന്നതിന് ശേഷം ഞാനിത് ടേൺ ചെയ്ത് കൊടുക്കുന്നു. ടേൺ ചെയ്യുന്ന അവസരങ്ങളിൽ ഒരു കാരണവശാലും, അതായത് നമ്മൾ ഏത് റോഡിലേക്കാണോ ടേൺ ചെയ്ത് തുടങ്ങുന്നത്, അത് ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ ആണെങ്കിൽ പോലും ഒരു കാരണവശാലും ആ റോഡിന്റെ സെന്റർ വന്നിട്ട് ടേൺ ചെയ്യുവാൻ പാടില്ല. ആ റോഡ് തുടങ്ങുന്ന ഭാഗത്ത് ഏകദേശം വണ്ടിയുടെ ബോണറ്റ് വന്നതിന് ശേഷം തന്നെ നിങ്ങൾ ടേൺ ചെയ്ത് കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഈ വണ്ടി വീണ്ടും റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്നത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. ടൗണിലേക്ക് ഏകദേശം വണ്ടി എടുക്കുന്നു. ചെറിയൊരു കയറ്റമാണ്. അവിടെ നിന്നാണ് നമ്മൾ റൈറ്റ് ടേൺ ചെയ്യുന്നത്. വീണ്ടും ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഓക്കെ, എൻ്റെ കാലിപ്പോൾ ക്ലച്ചിലും ആക്സിലറേറ്ററിലും ആയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് നിങ്ങൾ കൃത്യമായിട്ടും വരിക. ഫസ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ മെയിൻ റോഡിലേക്ക് ഏകദേശം നമ്മുടെ വണ്ടിയുടെ മുൻവശം കയറി വരിക. ഒരു കാരണവശാലും മെയിൻ റോഡിൽ കയറുവാൻ പാടില്ല. എന്നാൽ തൊട്ടടുത്ത് വണ്ടിയുടെ മുൻവശം എത്തിയതിന് ശേഷം കൃത്യമായിട്ടും ഇരു സൈഡിൽ നിന്നും മറ്റു വണ്ടികളുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ടേൺ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പം മുന്നിലായിട്ട് മറ്റൊരു വാഹനം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വണ്ടി റോഡിൻ്റെ സെൻറ്ററിലൂടെ ടേൺ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ടേൺ ചെയ്തെടുത്തു. വീണ്ടും വണ്ടി ലെഫ്റ്റ് സൈഡ് വന്നു. അപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായിട്ടും നിങ്ങൾ ടേൺ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇടത്ത് ചേർന്ന് തന്നെ വന്ന് ഇരു സൈഡിൽ നിന്നും മറ്റു വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം റോഡിൻ്റെ സെൻറ്ററിൽ എത്തിയതിന് ശേഷം ടേൺ ചെയ്ത് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് വരിക. കാരണം നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് ടേൺ ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കൂടെ എളുപ്പമാണ്. കാരണം ഇടത്തോട്ട് നമ്മൾ ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മതി. ഇനി വീണ്ടും ഞാനിത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു വളവുണ്ട്. ഞാൻ അങ്ങോട്ട് ടേൺ ചെയ്യുന്നത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാനിത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു. ഞാൻ തേർഡിലാണ് വരുന്നത്. ഇത് ഞാൻ വീണ്ടും സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. ഏകദേശം നമ്മൾ ടേൺ ചെയ്യാൻ പോകുന്ന ആ റോഡിനോട് ചേർന്ന് ഇപ്പോൾ വണ്ടി വന്നു. അതായത് ടേണിംഗ് പോയിന്റിനോടടുത്ത് വണ്ടി വന്നു. ഇവിടുന്ന് ഇടത്ത് ചേർന്ന് തന്നെ തിരിയുക. ഒരു കാരണവശാലും റോഡിൻ്റെ ആ സെൻറ്റർ വന്നിട്ട് ടേൺ ചെയ്യരുത്. സെൻറ്റർ വന്നിട്ട് ടേൺ ചെയ്താൽ സംഭവിക്കുന്നത് കൃത്യമായിട്ട് നമ്മളുടെ വണ്ടി റൈറ്റ് സൈഡിലേക്ക് പോകും. അത് പോകാൻ പാടില്ല. ഇപ്പം ഞാൻ ഇടത്തോട്ട് തിരിച്ച് കാണിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ ചേർന്ന് സ്റ്റിയറിങ് ഇപ്പോൾ ഏകദേശം ഒരു റൗണ്ട് തിരിച്ചു. വീണ്ടും ഏകദേശം ഒരു അര റൗണ്ടും കൂടെ തിരിച്ചപ്പോഴത്തേന് സ്റ്റിയറിങ് ഏകദേശം വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. വീണ്ടും ഞാൻ സ്റ്റിയറിങ് ചെയ്തപ്പോൾ വണ്ടി നേരെയായി. ഓക്കെ, നമുക്കിവിടെ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യാം. ഞാനിവിടെ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു. നമ്മൾ റൈറ്റ് സൈഡ് തിരിയുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ പുറകിൽ നിന്ന് മറ്റു വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അതിനുശേഷം വണ്ടി റോഡിൻ്റെ സെൻറ്ററിലൂടെ ടേൺ ചെയ്ത് നമ്മൾ എങ്ങോട്ടാണോ തിരിയുന്നത് ആ റോഡിൻ്റെ ഇടത്ത് സൈഡിലേക്ക് വണ്ടി ടേൺ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ തിരിഞ്ഞ് വീണ്ടും വണ്ടി ഇടത്ത് സൈഡിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങളത് ചെയ്യുവാനായിട്ട്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അതുപോലെ തന്നെ എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഓരോ പേജുണ്ട്. ആ പേജിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.